വാ ചേട്ടാ. നിങ്ങളോട് പറയാൻ എനിക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്നിങ്ങി വാ അമ്മേ. എന്തു പറ്റി വേദ? ശ്രീകറിന്റെ അവനിയുടെ ഫോട്ടോ ആരാ വച്ചത്? ശ്രീകറിനോട് ചോദിക്കാന്ന് വെച്ചാ അവനിതുവരെ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. നിക്ക് ചേട്ടാ. രാധ, ലാവണ്യ, കാവ്യ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേ. ഇവിടെ ഇപ്പൊ എന്താ പറ്റിയ അമ്മേ? ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റിയ അമ്മമ്മേ? എന്താ ഇത്? അങ്ങനൊരു ഫോട്ടോ ആരെവിടെ വെച്ചത്? പറയാ. എനിക്കറിയില്ല അമ്മമ്മേ. ഇവിടെ വേറെ ആര് വെക്കാനാ? ആ ശ്രീകർ തന്നെയായിരിക്കും വെച്ചത്. ആ അതെ അതെ, ഇപ്പൊ അവന് വലിയ സ്വാതന്ത്ര്യമാണല്ലോ ഇവിടെ. ശ്രീകർ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരാ ഇത് വെച്ചെന്ന് പറയാൻ? ഞാനാ. സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാ. നീ തെറ്റിദ്ധരിച്ചെല്ലാം കാണുന്നതുകൊണ്ട് നിനക്കെല്ലാം തെറ്റായിട്ടേ തോന്നും. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നീ ശ്രമിച്ചാ അത് നന്നായിരിക്കില്ല. അതിര് കടക്കരുത്. ആദ്യം ഫോട്ടോ മാറ്റ്. രണ്ടാളും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ കണ്ടപ്പോ തന്നെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്തിനാ? അപ്പോ രണ്ടാളും ചേർന്ന് ഒരേ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞാ അപ്പൊ നിങ്ങൾ പിന്നെ എന്താ ചെയ്യാൻ പോന്നെ? എന്താ പറഞ്ഞേ? ശ്രീകറും ആവണിയും ഒക്കെ ഒരേ ഓഫീസിൽ തന്നെയാ ജോലി ചെയ്യുന്നത്. ശ്രീകർ അവന്റെ ഓഫീസില് അവന്റെ റെക്കമെൻഡേഷൻ വഴിയാ ആവനിക്ക് ജോലി കൊടുത്തത്.
വേണമെങ്കിൽ അന്വേഷിച്ചു നോക്ക്. അപ്പോ രണ്ടുപേരും വേറെ വേറെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അവനിയെ ഡ്രോപ്പ് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് ശ്രീകർ പറഞ്ഞത് മുഴുവൻ നുണയാണ്. എന്റെ മകൻ എന്നോട് കള്ളം പറയില്ല. മകന്റെ കാര്യത്തിലുള്ള അന്ധവിശ്വാസം കൊണ്ട് സ്വപ്ന ലോകത്ത് ജീവിക്കരുത്. എന്തെങ്കിലും ഒരു ദിവസം അവര് പൂവും മാലയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ അവരുടെ കല്യാണം നടത്തി കൊടുക്ക. ശ്രീകറിന് വേറെ പെണ്ണ് നോക്കുന്നതൊക്കെ വെറുതെയാ. ആവനിക്കൊരിക്കലും ഈ വീട്ടിലെ മരുമകളാകാൻ സാധിക്കില്ല. നിക്ക് ശ്രീകർ, നിക്ക് ശ്രീകർ, നിക്ക് ശ്രീകർ. ആ ഫോട്ടോ എനിക്ക് ഇഷ്ടമല്ല. ആ ഫോട്ടോ കുപ്പത്തൊട്ടിയിലാണ് കിടക്കേണ്ടത്. അതില് തൊട്ട് പോവരുത്, അതില് തൊട്ട് പോവരുത്, അതില് തൊട്ട് പോവരുത്. ഞങ്ങൾ അപമാനിക്കാൻ വേണ്ടി, ഇവിടെ എല്ലാവരുടെയും സമാധാനം കളയാൻ വേണ്ടിയിട്ട് ഒരു കരുതിക്കൂട്ടി ചെയ്തതാ അമ്മ ഇത്. ആരാ ഇങ്ങനെയൊക്കെ ചെയ്തേ? നിങ്ങളെ ചെളിവാരി അറിയാനൊന്നും അല്ലടാ, ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത പ്രയത്നമായത്. തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന തെറ്റൊക്കെ പുറലോകം അറിയിക്കാൻ വേണ്ടി എന്റെ സിസ്റ്റർ ലാവണ്യ ചെയ്ത ലോക നന്മയാണിത്. എന്താണ് സത്യം? എന്താ തെറ്റ്? ചോദിക്കുന്നത് കേട്ടില്ലേ? ലാവണ്യ ചേച്ചി പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ചോദിക്കാം അമ്മ അങ്ങോട്ട്. നിന്റെ ഓഫീസിലാണോ അവനി ജോലി ചെയ്യുന്നത്? നീയാണോ അവനിക്ക് നിന്റെ ഓഫീസിൽ ജോലി കൊടുത്തത്? പറയുന്നുണ്ടോ? അമ്മേ, അത് നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റാനൊന്നും ശ്രമിക്കണ്ട ശ്രീകർ. നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഗിരി വഴി ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. തെളിവുകളും സാക്ഷികളും ഒന്നും ഇല്ലാതെ
നിങ്ങളൊന്നും വിശ്വസിക്കില്ലല്ലോ അമ്മേ. പെണ്ണ് കാണലിന്റെ അന്ന് കാവ്യയെ കൊണ്ടുവന്ന ഗിരി തന്നെയാ ഈ സത്യം എന്നോട് പറഞ്ഞത്. വേണമെങ്കിൽ അന്വേഷിച്ചു നോക്ക്. എന്റെ കുഞ്ഞളിയാ, നിന്റെ കയ്യിൽ ഇത്രയും രഹസ്യമുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. നിന്റെ മൗനത്തിന്റെ അർത്ഥം എന്താ ശ്രീകർ? അത് സത്യമാണ് അച്ഛാ. ആ സത്യം നീ എന്നോട് മറച്ചു വെച്ചു. എന്തിനാ നീ എന്നോട് കള്ളം പറഞ്ഞത്? കള്ളം പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയില്ലേ? എന്തിനാ നീ ഇത് ചെയ്തത്? പറയടാ. പറയണമെന്ന് വിചാരിച്ചതാ അമ്മേ. പക്ഷേ ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളെ വേറെ രീതിയിൽ കാണുന്നോണ്ട് പറയാതിരുന്ന അമ്മേ. തീയില്ലാതെ പുകയില്ല എന്ന് പറയുന്ന പോലെ സത്യമില്ലാതെ സംശയം ഉണ്ടാകില്ല അളിയാ. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെ നിനക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്നു. ഇക്കാര്യം നിനക്കെങ്കിലും പറയായിരുന്നില്ലേ? ഇനി ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കേണ്ടത്? അവസ്ഥകള് അനുകൂലമായിരുന്നില്ല. എന്നോട് ക്ഷമിക്കണമേ. ദുഃഖമാണെങ്കിലും വിഷമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും എന്നോട് നേരത്തെ പറഞ്ഞിരിക്കണം. സത്യം മറച്ചു വെക്കുന്നവരെ എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുന്നതാണ് എന്റെ ശീലം. അങ്ങനൊരവസ്ഥ നീ ഉണ്ടാക്കാനായി നോക്കരുത്. മനസ്സിലായല്ലോ? എന്റെ മകന്റെ കൂടെ ഉണ്ടാവേണ്ടത് അവൻ താലി കെട്ടുന്ന പെണ്ണ് മാത്രമാണ്. ആ സ്ഥാനം അലങ്കരിക്കാൻ നിനക്കാവില്ല. എന്റെ വീട്ടിൽ നിൽക്കുന്ന അത്രയും കാലം നിനക്ക് ഇതുപോലുള്ള സ്വാർത്ഥതയും വിചാരങ്ങളും ഉണ്ടായേക്കരുത്. ജോലിയുടെ കാര്യത്തില് സത്യം മറച്ചു വെച്ചവർക്ക് മറ്റെല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. ആ, ഇനി എന്തൊക്കെ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടാവും ആർക്കറിയാം. എന്റെ ചേട്ടന്റെ അടുത്ത് ഞാൻ നിൽക്കണമെന്നാ ഞാൻ കരുതിയേ. പുറത്തുനിന്ന് വന്നവരത്ത് നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. വീടിന്റെ പേര് നിലനിർത്തുന്ന അഹങ്കാരത്തില് വീടിന് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യങ്ങളാ ചെയ്യുന്നത്. സത്യത്തിൽ ഇവരെ ഒന്നും വീട്ടിൽ നിർത്താൻ പാടില്ല. പറഞ്ഞയക്കാൻ വേണ്ടി അമ്മയുടെ മനസ്സ് തീരെ സമ്മതിക്കില്ലല്ലോ അളിയാ. എന്താണെന്ന് വെച്ചാ ആത്മാഭിമാനം വളരെ കൂടുതലല്ലേ.
അവനിയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തൊരു തെറ്റായിരുന്നു എന്ന് തോന്നിപ്പിക്കരുത് ശ്രീക. നിക്ക. എന്റെ വീടിന് നേരെ ആരും വിരൽ ഉയർത്തി സംസാരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ രണ്ടുപേരും പുറത്ത് കറങ്ങുന്നത് കാണുമ്പോ ആരാണെങ്കിലും ശരി നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് ആവനിയോട് ഇനി ജോലിക്ക് പോവണ്ടെന്ന് പറ. ആവശ്യമുള്ള അത്രയും ദിവസം അവളോട് ഇവിടെ കഴിഞ്ഞോളാൻ പറ. പക്ഷെ അവളോട് ജോലിക്ക് പോവണ്ടെന്ന് പറ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരിടത്ത് ജോലി ചെയ്യാൻ പാടില്ല. അമ്മേ, അതല്ല അമ്മേ, അവനിക്ക് ആ ജോലി വലിയ ഇമ്പോർട്ടന്റാ. ഇത് അമ്മയുടെ ആജ്ഞയാണെന്ന് കൂട്ടിക്കോ. ധിക്കരിക്കാൻ നിൽക്കരുത്. ആ ഫോട്ടോ എനിക്ക് ഇഷ്ടമല്ല. ആ ഫോട്ടോ കുപ്പത്തൊട്ടിയിലാണ് കിടക്കേണ്ടത്. എന്റെ മകന്റെ കൂടെ ഉണ്ടാവേണ്ടത് അവൻ താലി കെട്ടുന്ന പെണ്ണ് മാത്രമാണ്. ആ സ്ഥാനം അലങ്കരിക്കാൻ നിനക്കാവില്ല. ആവനി, ആവനി, നമ്മൾ രണ്ടുപേരും ഒരിടത്താ ജോലി ചെയ്യുന്നുള്ള സത്യം പറയാന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതല്ലേ. എല്ലാവരും തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തടഞ്ഞു നിർത്തി. ഇപ്പൊ അതിന്റെ ഫലമായിട്ട് എന്നെന്തോ വഞ്ചന കാണിച്ചവരെ പോലെ എല്ലാവരുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നില്ലേ? കല്യാണക്കാരൻ തുറന്നു പറയുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലൊരു സ്ഥാനം വേണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും സംശയിക്കുന്ന ഒരവസ്ഥ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അമ്മയുടെ മരുമകളാകാനുള്ള അർഹത എനിക്കില്ലെന്നുള്ള കാര്യം അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ അർഹത എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കല്യാണക്കാര്യത്തില് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് എന്തോ ലക്ഷ്മണ രേഖ വരച്ചിട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ രേഖയാണ് സത്യം നിങ്ങൾക്ക് അവരോട് തുറന്നു പറയാൻ പറ്റാത്തതിന്റെ കാരണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. അമ്മയുടെ ജാതകത്തിൽ പിറന്ന പെൺകുട്ടിയെ മരുമകളായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഞാൻ എന്തായാലും പാലിക്കും. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന ഓരോ തവണയും നിങ്ങൾ മൗനം പാലിക്കാറാ പതിവ്. ആ മൗനത്തില് എന്ത് രഹസ്യമുള്ളതെന്ന് കണ്ടുപിടിക്കാനും മാത്രം ബുദ്ധിയുള്ള പെണ്ണൊന്നും അല്ല ഏട്ടാ ഞാന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയേട്ടാ. അമ്മയുടെ ആരോഗ്യമല്ലാതെ വേറൊരു രഹസ്യമില്ല അവനി. അവനി, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ആ വിട്ടേക്ക്. ഇപ്പൊ അമ്മയൊന്ന് കൂളാക്കാനും മുൻപത്തെ പോലെ തന്നോട് സ്നേഹത്തിൽ പെരുമാറാനും വേണ്ടി ഒരൊറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എന്താ ഏട്ടാ അത്? അത് അവനി താനീ ജോലി ഉപേക്ഷിക്കണം. ജോബ് എന്തിനാ ഉപേക്ഷിക്കുന്നത്? ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണെന്ന് ഏട്ടന് അറിയാവുന്നതല്ലേ? തന്റെ ചേച്ചിയെ മോളെ നോക്കാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിൽ നിന്നും കുറച്ചെടുത്ത് കൊടുക്കുന്നതില് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല അവനി. താൻ പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല.
നിങ്ങളാ പണം തരുന്നത് നിങ്ങളും എന്റെ ചേച്ചി അറിഞ്ഞ ഒരു 4 വീട്ടിലും കൂടി ജോലി ചെയ്തോളാന്ന് പറയുന്നല്ലാതെ നിങ്ങളുടെ പണം അവര് വാങ്ങില്ല. അങ്ങനെ കൊടുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അമ്മ എന്നോട് പറഞ്ഞത് ആവനി, ദയവേതൊന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കേണ്ടത് നിങ്ങളായിട്ടാ. പ്രശ്നം ഒഴിവാൻ വേണ്ടി ജോലി ഉപേക്ഷിച്ചേ പറ്റൂ. എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടു. പക്ഷെ ജോലിയുടെ കാര്യത്തില് അതില് മാറ്റം ഉണ്ടാവില്ല.